ഹായ് ഓൾ, എൻ്റെ പേര് നമിത. ഞാൻ IRSലെ റീസെൻ്റ് OET വിന്നറാണ്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 4 മൊഡ്യൂളിനും B ഗ്രേഡ് കിട്ടി. സോ അതിന് കാരണം ഞാൻ IRS ചൂസ് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്. സോ ഞാനിവിടെ ഒരു 3 months കോച്ചിങ്ങിനായിരുന്നു ചേർന്നത്. ഫസ്റ്റ് ബിഗിനേഴ്സ് ബാച്ച് ആയിരുന്നു, അത് കഴിഞ്ഞ് ഇൻ്റർമീഡിയറ്റ്, പിന്നെ റെമഡിയൽ ബാച്ച്, ദെൻ പ്രീ എക്സാം. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു എക്സാം ബാച്ച്. അപ്പം ബിഗിനേഴ്സിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് എല്ലാ ബേസും കിട്ടി. 4 മൊഡ്യൂളിൻ്റെ ഒരു ഐഡിയ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്കൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ ഫസ്റ്റ് വന്നപ്പം. ബിഗിനേഴ്സ് ബാച്ച് വെച്ച് തന്നെ ഞങ്ങൾക്കൊരു ബേസ് കിട്ടി. സോ അത് ഞങ്ങൾ കുറേ ഹെൽപ്പ് ചെയ്തു. ആദ്യമൊക്കെ ഈസി ആയിട്ടുള്ള മെറ്റീരിയൽസ് ചെയ്തു. പിന്നെ ഒരു പ്രീ എക്സാം ബാച്ച് ആയപ്പം നല്ല ടഫ് മെറ്റീരിയൽസ് ആയിരുന്നു. ആ ടഫ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തുകൊണ്ട് തന്നെ എക്സാം ബാച്ച് കയറിയപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആകാൻ തുടങ്ങി. ടൈം മാനേജ്മെൻറ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് എക്സാമിന് റിയൽ എക്സാമിന് ഞങ്ങൾക്ക് പ്രോപ്പർ ടൈമിനുള്ളിൽ എല്ലാം ഫിനിഷ് ചെയ്യാൻ പറ്റി. എനിക്ക് ഭയങ്കര പാടുള്ള മൊഡ്യൂളായിരുന്നു റീഡിങ് മൊഡ്യൂൾ. ബട്ട് എനിക്ക് എക്സാം ബാച്ച് കയറിയപ്പം കുറേ ടിപ്സ് കിട്ടി. ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സിലൂടെ കുറേ ടിപ്സ് കിട്ടി. സോ അതൊക്കെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പം എക്സാം ഞാൻ ഫേസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് റീഡിംഗ് ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ഞങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്യൂട്ടേഴ്സിനായിരുന്നു കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ആയിട്ടുള്ള റിലേഷൻ അല്ലായിരുന്നു. അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. അവരുടെ മോട്ടിവേഷൻ, ഞാൻ വിചാരിക്കുന്നു ഇതിൽ മോട്ടിവേഷൻ ഒരു ഫാക്ടറാണ്. സോ ട്യൂട്ടേഴ്സ് എല്ലാവരും തന്നെ ഞങ്ങളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തപ്പം ഒരു സ്ട്രെസ് ഒന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. സോ ഇനി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഞാൻ ഈ IRS തന്നെ സജസ്റ്റ് ചെയ്യും. സോ താങ്ക് യു IRS.